ഹായ്, ഇന്നത്തെ റെസിപ്പി ഒരു മീനച്ചാറാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മീൻ തൂക്കുമീനാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1/2 കിലോ തൂക്കുമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം മീനെല്ലാം നന്നായിട്ട് കഴുകി എടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച മീനാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിക്ക് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലെ വെള്ളം കളയാനായിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അടുത്തതായി പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണേൽ യൂസ് ചെയ്യാം, പക്ഷെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ലത് നല്ലെണ്ണയാണ്. അതിനുശേഷം മീൻ ഇട്ട് കൊടുക്കുക. മീൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പം മീനെല്ലാം നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അടുത്തതായി ഈ സെയിം പാനിലേക്ക് വെളുത്തുള്ളി 4 കൂടം ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചെറുതായിട്ട് നടുവും കൂടെ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. വെളുത്തുള്ളി കൂടുന്തോറും അച്ചാറിന് ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരണം. ഒന്നോടം വരെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ ഒരു സെയിം പാനിലേക്കായി ഇവിടെ 1/4 ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. ഉലുവ പൊട്ടി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് 1 ടീസ്പൂണാണ്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ ചെറുതായിട്ട് ഡ്രൈ ചെയ്ത് കൊടുത്ത വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 10 അല്ലെ 15 കാന്താരിമുളക് ഇടുക. അല്ലെങ്കിൽ ഇതിന് പകരം പച്ചമുളക് വേണേൽ 3-4 ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഇഞ്ചിയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേനും നല്ലൊരു മണം വരുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മീൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 2 പിഞ്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. നമ്മൾ അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അച്ചാർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അച്ചാറിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഇത് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. താങ്ക് യു.